ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? എ. രാജീവ് ഗാന്ധി ഖേൽ രത്ന, ബി. ദ്രോണാചാര്യ അവാർഡ്, സി. അർജുന അവാർഡ്, ഡി. ജി.വി. രാജ പുരസ്കാരം. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? ഉത്തരം സി. അർജുന അവാർഡ്. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം അർജുന അവാർഡാണ്. ലോക വയോജന ദിനം എന്നാണ്? എ. ജൂൺ 5, ബി. ഒക്ടോബർ 1, സി. ജൂലൈ 11, ഡി. ഡിസംബർ 10. ലോക വയോജന ദിനം എന്നാണ്? ഉത്തരം ബി. ഒക്ടോബർ 1. ലോക വയോജന ദിനം ഒക്ടോബർ 1-നാണ്. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി ആര്? എ. ടോം ജോസഫ്, ബി. അഭിലാഷ് ടോമി, സി. ടിൻഡു ലൂക്ക, ഡി. ടോമിൻ തച്ചങ്കിരി. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി ആര്? ഉത്തരം ബി. അഭിലാഷ് ടോമി. 150 ദിവസം കൊണ്ട് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി റെക്കോർഡിട്ട മലയാളി അഭിലാഷ് ടോമിയാണ്. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? എ. ബേപ്പൂർ, ബി. നിലമ്പൂർ, സി. കരിപ്പൂർ, ഡി. തിരൂർ. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഡി. തിരൂർ. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം തിരൂറാണ്. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് എന്ന്? എ. 2013 മെയ് 15, ബി. 2013 ജൂൺ 15, സി. 2013 ജൂലൈ 15, ഡി. 2013 ഓഗസ്റ്റ് 15. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് എന്ന്? ഉത്തരം സി. 2013 ജൂലൈ 15. 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെലഗ്രാഫ് തപാൽ വകുപ്പ് നിർത്തലാക്കിയത് 2013 ജൂലൈ 15. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം ഏത്? എ. ക്യൂരിയോസിറ്റി, ബി. ചന്ദ്രയാൻ, സി. മംഗൾയാൻ, ഡി. ഇവയൊന്നുമല്ല. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം ഏത്? ഉത്തരം സി. മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം മംഗൾയാൻ. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? എ. എം. ലീലാവതി, ബി. ടി. പത്മനാഭൻ, സി. സുഗതകുമാരി, ഡി. ആറ്റൂർ രവിവർമ്മ. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം സി. സുഗതകുമാരി. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് സുഗതകുമാരി. രാജ്യത്തെ ആദ്യ ശില്പനഗരമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? എ. കോഴിക്കോട്, ബി. കണ്ണൂർ, സി. പാലക്കാട്, ഡി. തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ ശില്പനഗരമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ഉത്തരം എ. കോഴിക്കോട്. രാജ്യത്തെ ആദ്യ ശില്പ നഗരമായി പ്രഖ്യാപിച്ച സ്ഥലം കോഴിക്കോടാണ്. നിങ്ങളെന്നെ കോൺഗ്രസ്സാക്കി എന്ന പുസ്തകം എഴുതിയത് ആര്? എ. സെൽവരാജ്, ബി. എം. ആർ. മുരളി, സി. എ. പി. അബ്ദുള്ളക്കുട്ടി, ഡി. കെ. മുരളീധരൻ. നിങ്ങളെന്നെ കോൺഗ്രസ്സാക്കി എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം സി. എ. പി. അബ്ദുള്ളക്കുട്ടി. നിങ്ങളെന്നെ കോൺഗ്രസ്സാക്കി എന്ന പുസ്തകം എഴുതിയത് എ. പി. അബ്ദുള്ളക്കുട്ടി.
സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ കോടതി തുടങ്ങിയത്? എ. കൊച്ചി, ബി. ബോംബെ, സി. പാറ്റ്ന, ഡി. അലഹബാദ്. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ കോടതി തുടങ്ങിയത്? ഉത്തരം എ. കൊച്ചി. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ കോടതി തുടങ്ങിയത് കൊച്ചിയിലാണ്. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആര്? എ. ഡഗ്ലസ് ഹെൻഗൽ ബർട്ട്, ബി. ചാൾസ് ബാബേജ്, സി. കാൾ കൂപ്പർ, ഡി. ഹംഫ്രി. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആര്? ഉത്തരം എ. ഡഗ്ലസ് ഹെൻഗൽ ബർട്ട്. കമ്പ്യൂട്ടർ മൗസിന് രൂപം നൽകിയത് ആര്? ഉത്തരം എ. ഡഗ്ലസ് ഹെൻഗൽ ബർട്ട്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? എ. കേരളം, ബി. ഗുജറാത്ത്, സി. മഹാരാഷ്ട്ര, ഡി. മധ്യപ്രദേശ്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബി. ഗുജറാത്ത്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബി. ഗുജറാത്ത്. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? എ. വന്ദന ശിവ, ബി. ആനന്ദി ശരൺ, സി. മേധാ പട്കർ, ഡി. അരുന്ധതി റോയ്. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം സി. മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം സി. മേധാ പട്കർ. ദാസി ആട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏത്? എ. ഭരതനാട്യം, ബി. മോഹിനിയാട്ടം, സി. കുച്ചിപ്പുടി, ഡി. കുറവഞ്ചി. ദാസി ആട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏത്? ഉത്തരം എ. ഭരതനാട്യം. ദാസി ആട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഭരതനാട്യം. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ്? എ. നെല്ല്, ബി. ഗോതമ്പ്, സി. കരിമ്പ്, ഡി. തേയില. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് ഏത് കൃഷി ചെയ്യുന്നതിനാണ്? ഉത്തരം സി. കരിമ്പ്. ഏറ്റവും കൂടുതൽ ശതമാനം ജലസേചനം ആവശ്യമുള്ളത് കരിമ്പ് കൃഷിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? എ. ഡക്കാൻ ക്യൂൻ, ബി. ഫയറി ക്യൂൻ, സി. ഹിമസാഗർ എക്സ്പ്രസ്, ഡി. തമിഴ്നാട് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ ഏത്? ഉത്തരം ഡി. തമിഴ്നാട് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജംബോ പാസഞ്ചർ ട്രെയിൻ തമിഴ്നാട് എക്സ്പ്രസ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നതെന്നാണ്? എ. 1954, ബി. 1968, സി. 1970, ഡി. 1975. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നതെന്ന്? ഉത്തരം ഡി. 1975. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് 1975-നാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. എം. വിശ്വേശ്വരയ്യ, ബി. ജവഹർലാൽ നെഹ്റു, സി. ദാദാഭായ് നവറോജി, ഡി. ആർ. കെ. ഷൺമുഖം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. എം. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം. വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? എ. ജനുവരി 1, ബി. ഏപ്രിൽ 1, സി. സെപ്റ്റംബർ 30, ഡി. മാർച്ച് 31. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്?
ഉത്തരം ബി ഏപ്രിൽ 1. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഉത്തരം ബി ഏപ്രിൽ 1.